കുർബാന സ്വീകരിക്കാത്ത ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യണമെന്ന്. പക്ഷേ എനിക്ക് ഡെയിലി വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ പുറത്തേക്ക് അധികം ശ്രദ്ധിക്കാണ്ടിരുന്നത്. ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഒരു ഡയറി എഴുതാനാണെങ്കിലും ഒരു രജിസ്റ്റർ എഴുതാനാണെങ്കിലും അല്ലെങ്കിൽ ഡ്യൂട്ടി ടൈമിലാണെങ്കിലും എല്ലാം ദിവ്യാന സ്വീകരിച്ചിട്ട് പോകുന്ന ദിവസങ്ങളിൽ എനിക്ക് പ്രത്യേക ഒരു ശക്തി കിട്ടാറുണ്ട്. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മളിപ്പോൾ ഉള്ളത് തലശ്ശേരി അതിരൂപതയിലെ നെല്ലിക്കുറ്റി ഇടവകയിലാണ്. നമ്മളെല്ലാം ചിന്തിക്കുന്നത് എങ്ങനെ നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കാം എന്നുള്ളതാണ്. യൂത്തൊക്കെ ആണെങ്കിൽ എങ്ങനെ വിദേശത്തേക്ക് പോകാം, എങ്ങനെ പണമുണ്ടാക്കി ജീവിതം സുരക്ഷിതമാക്കാമെന്ന് ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിന് നേരെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു യൂത്തിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നമ്മളിന്ന് പരിചയപ്പെടുന്നത് മരിയ എന്ന് പറയുന്ന ഒരു നേഴ്സിനെയാണ്. വിദേശത്ത് പോകാൻ എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നിട്ടും കുർബാന മുടങ്ങും എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് വിദേശത്ത് പോകണ്ട, വിദേശത്ത് ജോലി വേണ്ട, കുർബാന ഇല്ലാതെ എൻ്റെ ജീവിതം സുരക്ഷിതമാകില്ല, എനിക്കെൻ്റെ മാതാപിതാക്കളെ വിശുദ്ധ കുർബാനയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതകഥയാണ് ഇന്ന് നമ്മുടെ മുൻപിലെത്തുന്നത്. എൻ്റെ പേര് മരിയ. ഞാൻ നെല്ലിക്കുറ്റി ഇടവകാംഗമാണ്, നേഴ്സാണ്. ഇവിടെ അടുത്തന്നെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. വീട്ടിൽ ചാച്ചൻ, അമ്മ, ഞങ്ങൾ 3 മക്കളാണുള്ളത്. ചേട്ടൻ, ചേച്ചി, ചേച്ചിയുടെ ഹസ്ബൻഡ്, ചേട്ടൻ്റെ വൈഫ്, പിന്നെ ചേച്ചിയുടെ ഒരു കുട്ടി. ഞങ്ങളങ്ങനെ 5 പേരാണ് ഫാമിലി. ഞാൻ ചെറുപ്പം മുതലേ വിശുദ്ധ കുർബാനയ്ക്ക് ദിവസവും പോകാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. 10ാം ക്ലാസ്സൊക്കെ എത്തിയതിന് ശേഷം എക്സാം ആണെങ്കിലും മാക്സിമം തലേദിവസം ആണെങ്കിലും ഞങ്ങൾ പോകുമായിരുന്നു. ചേച്ചിയാണെങ്കിലും SSLC എക്സാമിൻ്റെ തലേദിവസമൊക്കെ ആണെങ്കിലും നൈറ്റ് വിജിലും അങ്ങനെയുള്ള പ്രോഗ്രാംസിനെല്ലാം ഞങ്ങൾ പോകുമായിരുന്നു. അതിന് ഞങ്ങൾ ശരിക്കും ചാച്ചനും അമ്മയാണ് കൂടുതൽ ഞങ്ങൾക്ക് പ്രചോദനം തന്നത്. അതുപോലെ തന്നെ ചേച്ചിയാണെങ്കിലും ദിവ്യസന്നിധിയിൽ ഒരുപാട് സമയം ഇരിക്കുമായിരുന്നു. അത് കണ്ടിട്ടൊക്കെ എനിക്ക് പ്രചോദനമായിട്ടുണ്ട്. +2 കഴിഞ്ഞ് നേഴ്സിങ്ങിന് പോയപ്പോഴാണ് കുർബാന എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്. അതായത് നേഴ്സിങ്ങിന് ചെന്ന ശേഷം എനിക്ക് ഡെയിലി വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റിയിട്ടില്ല. അതുപോലെ സൺഡേ ആണെങ്കിലും എല്ലാ സൺഡേ ആണെങ്കിലും ചിലപ്പോൾ പോകാൻ പറ്റില്ല. അതായത് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ശരിക്കും ദിവ്യകാരുണ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കൂടുതൽ സഹായിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റാത്ത ദിവസങ്ങൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ആ സമയങ്ങളിൽ ഒന്നെങ്കിൽ സീനിയേഴ്സ് അല്ലെങ്കിൽ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അനുവദിച്ചിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ട് ചില സമയങ്ങളിൽ ഞായറാഴ്ച വിശുദ്ധ കുർബാന മുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. വിശുദ്ധ കുർബാന മുടങ്ങിയതിൻ്റെ പേരിൽ ഭയങ്കര സങ്കടം അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ വീടിനടുത്തുള്ളൊരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഡെയിലി രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഡ്യൂട്ടിക്ക് പോയാൽ മതി. ഒരു ദിവസം ഒന്നിൽ കൂടുതൽ വിശുദ്ധ കുർബാന അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ എനിക്കങ്ങനെ സാധിക്കാറുണ്ട്. വിശുദ്ധ കുർബാന മുടങ്ങുന്നുള്ള ഒറ്റൊരു റീസൺ കാരണമാണ് ഇവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഓഫീസിൽ നിന്നാണെങ്കിലും മറ്റ് പ്രോഗ്രാംസുകളൊക്കെ ആണെങ്കിലും വരുമ്പം ചിലപ്പം വിശുദ്ധ കുർബാന മുടങ്ങാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പം ഞാൻ മാക്സിമം അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് ആണെങ്കിലും ടൂർ പ്രോഗ്രാംസ് ഒക്കെ ആണെങ്കിലും അത് അവോയ്ഡ് ചെയ്യും. ചില സമയങ്ങൾ ഞങ്ങൾക്ക് സൺഡേ ആണ് കൂടുതൽ ടൂറും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉള്ളത്. ആ ഒരു സമയം വിശുദ്ധ കുർബാന എനിക്ക് മുടങ്ങുന്നതുകൊണ്ട് ഞാൻ മാക്സിമം അങ്ങനെയുള്ള കേസസ് അവോയ്ഡ് ചെയ്യും. ലാസ്റ്റ് ആണെങ്കിൽ ഞങ്ങളൊരു ടൂർ പോയിട്ടുണ്ടായിരുന്നു. പോകുവാണെങ്കിൽ വിശുദ്ധ കുർബാന മുടങ്ങും. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ പ്രോഗ്രാമിന് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ കൊണ്ട് ടൂറിന് പോകുള്ളൂ എന്നുള്ള ഒറ്റ വാശിക്ക് അവരെന്നെ കൊണ്ടുപോയി. അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയ്ക്ക് ആ ഒരു ടൈമിൽ എനിക്ക് മിസ് ചെയ്യുന്നുള്ള അവർക്ക് എന്താണേലും ഒരു പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ടൈം അവർ 1.5 മണിക്കൂർ ശരിക്കും ഒരു ദേവാലയത്തിൽ അവർ മുമ്പിൽ പുറത്തിരുന്നു. പുറത്ത് ഒരു 1.5 മണിക്കൂർ അവർ വെയിറ്റ് ചെയ്തു. വിശുദ്ധ കുർബാന എനിക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യണമെന്ന്. പക്ഷേ എനിക്ക് ഡെയിലി വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ പുറത്തേക്ക് അധികം ശ്രദ്ധിക്കാണ്ടിരുന്നത്. ഇതാണെങ്കിൽ എനിക്ക് വീടിൻ്റെ അടുത്താണ് ജോലി ചെയ്യുന്നത്. എനിക്ക് ഡെയിലി വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റും, വിശുദ്ധ കുർബാന അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ മാക്സിമം പുറത്തേക്കുള്ള ആഗ്രഹം പകുതി വഴിയിൽ ഞാൻ നിർത്തിവെച്ചു.
പിന്നെ ഫ്രീ ടൈം കിട്ടുമ്പോഴാണെങ്കിലും ഞാൻ മാക്സിമം ദിവ്യാന സന്നിധിയിൽ ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്. ചില സമയത്ത് ദിവ്യാന ചാപ്പലുകളിൽ പോകാൻ സാധിച്ചില്ലെങ്കിലും ഞാൻ ഓൺലൈനായിട്ട് ദിവ്യാന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെയാണെങ്കിൽ നൈറ്റിലാണെങ്കിലും ഫോണിലാണെങ്കിലും ഓണാക്കി വെക്കും. എന്നിട്ട് എൻ്റെ പേഴ്സണൽ പ്രേയേഴ്സൊക്കെ ആണെങ്കിലും അങ്ങനെയാണ് ഞാൻ ചൊല്ലാറുള്ളത്. എനിക്ക് ശരിക്കും ഒരു പവർ കിട്ടുന്നത് ദിവ്യാനത്തിൽ നിന്നാണ്. ഇപ്പം രാവിലെ ഞങ്ങളുടെ പള്ളി കുർബാന ഇല്ലെങ്കിൽ വേറെ പള്ളി പോയിട്ടാണെങ്കിലും രാവിലെ വിശുദ്ധ കുർബാന അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കും. ശരിക്കും ദിവ്യാനം സ്വീകരിക്കുമ്പം നല്ലൊരു പവറാണ് കിട്ടുന്നത്. പ്രത്യേക ഒരു സന്തോഷമുണ്ട്. ചില സമയങ്ങളിൽ നാവിൽ ചിലപ്പോൾ തരിപ്പ് പോലെ തോന്നും. വിശുദ്ധ കുർബാന സ്വീകരിക്കാത്ത ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. വിശുദ്ധ കുർബാന ഉയർത്തുന്ന സമയത്താണെങ്കിലും കാഴ്ച സമർപ്പണത്തിൻ്റെ സമയത്താണെങ്കിലും എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നിയോഗങ്ങളും സമർപ്പിക്കും. വിശുദ്ധ കുർബാനയെ സമർപ്പിച്ച പല നിയോഗങ്ങളും മറ്റുള്ളവരുടെ കാര്യങ്ങളാണെങ്കിലും സമർപ്പിച്ച കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടാറുണ്ട്. ഇപ്പം ന്യൂജൻ പിള്ളേരുടെ ഇടയിലാണെങ്കിലും വിശുദ്ധ കുർബാനയും വിശുദ്ധ കുമ്പസാരവും ഒക്കെ അവർ തള്ളിക്കളയാണ്. അപ്പം വിശുദ്ധ കുമ്പസാരം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ഫീലിംഗ് ഓഫ് റിലീഫാണ്. നമുക്ക് മാക്സിമം നമ്മുടെ ഉള്ളിലെ വിഷമങ്ങൾ അല്ലെങ്കിൽ ഒരു പാപാവസ്ഥ മാറിക്കഴിയുമ്പോൾ നമുക്ക് ശരിക്കും മാനസിക സന്തോഷമാണ്. അതുപോലെ തന്നെ നമുക്ക് വിശുദ്ധ കുർബാന അതോടൊപ്പം നമ്മൾ സ്വീകരിക്കുമ്പം നമ്മുടെ ജീവിതം ശരിക്കും മാറുവാണ്. ഇപ്പോഴത്തെ ഉള്ള യൂത്തിനോട് എനിക്ക് പറയാനുള്ളത്, വിശുദ്ധ കുർബാന എവിടെയുണ്ടോ ആ വിശുദ്ധ കുർബാന അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ശ്രമിക്കുക, വിശുദ്ധ കുമ്പസാരം നടത്തുക. പലർക്കും ഒരു സംശയമുണ്ട് വിശുദ്ധ കുർബാന ഒരു സത്യമാണെന്നുള്ള കാര്യം. എൻ്റെ ജീവിതത്തിൽ അനുഭവത്തിലൂടെ വിശുദ്ധ കുർബാനയുടെ സ്വീകരണത്തിലൂടെ എനിക്ക് മനസ്സിലായത് ഇതൊരു സത്യമായ ഒരു ജീവനുള്ള ദൈവത്തിൻ്റെ രൂപമാണ് വിശുദ്ധ കുർബാന. പുറമേ നോക്കുന്ന ഒരാൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. പക്ഷേ വിശുദ്ധ കുർബാന ഒരു സത്യമായ ഒരു കാര്യമാണ്. ജീവനുള്ള ദൈവമാണ് വിശുദ്ധ കുർബാനയിലുള്ളത്. വചനം നമ്മോട് പറയാം, ഈ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമാക്കിയാൽ നിനക്കെന്ത് പ്രയോജനം? വിദേശത്ത് പോകുന്നത് തെറ്റാണ് എന്നല്ല പറയുന്നത്. പക്ഷെ വിദേശത്ത് പോയിട്ട് കൂദാശകളിൽ നിന്ന് അകന്നു കഴിയുന്നതിനേക്കാളും നല്ലത് പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്ന് ആത്മാവിനെ സുരക്ഷിതമാക്കുക എന്നതല്ലേ എന്ന ചോദ്യം മരിയ നമ്മളോട് ചോദിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.